എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഉൽപ്പത്തി 10-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 14 വരെയുള്ള വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഹാമിൻ്റെ സന്തതി പരമ്പരകളെക്കുറിച്ചാണ് നാം പഠിച്ചു വന്നിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നിമ്രോദ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പ്രത്യേകം എടുത്ത് പരാമർശിക്കുവാനായിട്ട് സാധിച്ചു. അദ്ദേഹം പണിത ബാബേൽ എന്ന സാമ്രാജ്യത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചത്. 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ ദേശത്തു നിന്ന് അശൂർ പുറപ്പെട്ടു. നിനവെ, രഹോബോത്ത് പട്ടണം, കാലഹ്, നിനവയ്ക്കും കാലഹിനും മധ്യ മഹാനഗരമായ രേസൻ എന്നിവ പണിതു എന്ന് കാണാം. നിമ്രോദ് പണിത ഈ ബാബേൽ സാമ്രാജ്യത്തിൽ നിന്ന് പുറപ്പെട്ടു പോയ ഒരു ജനവിഭാഗമാണ് അശൂര് അഥവാ അസീറിയൻസ് എന്ന് നമ്മൾ പറയുന്ന ജനവിഭാഗം. അവർ പണിത പട്ടണങ്ങളെക്കുറിച്ച്, നിനവയെക്കുറിച്ച് നമുക്കറിയാം. ബൈബിൾ ചരിത്രങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് യോനയുടെ പുസ്തകത്തിലൊക്കെ പരാമർശിച്ചിട്ടുള്ള പ്രദേശമാണ് നിനവെ എന്ന് പറയുന്ന പട്ടണം. അതൊക്കെ ഈ അസീറിയൻ സന്തതി പരമ്പരയിൽ നിന്നുണ്ടായ പട്ടണങ്ങളും പ്രദേശങ്ങളുമാണ് എന്ന് നമുക്കവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂഷിൻ്റെ സന്തതി പരമ്പരയിൽ നിന്ന് ഇനി മിസ്രൈമിലേക്ക് നമ്മൾ വരികയാണ്. ഹാമിൻ്റെ 2-ാമത്തെ മകനാണ് മിസ്രൈം. ഈജിപ്റ്റ് എന്ന സ്ഥലം നമുക്ക് പരിചയമുണ്ട്. ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തിൻ്റെ മിക്കവാറും ഭാഗത്താണ് ഈ മിസ്രൈമിൻ്റെ സന്തതികൾ താമസമുറപ്പിച്ചത്. മിസ്രൈം എന്ന പേര് ബൈബിളിൽ ഏതാണ്ട് 87 പ്രാവശ്യത്തോളം നമ്മൾ കാണുന്നുണ്ട്. ഇംഗ്ലീഷ് ബൈബിളിൽ ഈജിപ്റ്റ് എന്നാണ് മിസ്രൈമിനെ തർജ്ജമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മിസ്രൈമിൻ്റെ സന്തതികളായി വിവരിച്ചിരിക്കുന്ന 7 പേര് അവർ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് കുടിയേറി പാർത്തു എന്നാണ് കരുതുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അടുക്കലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് മിസ്രൈമിനോട് ചില സാമ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കാണുന്നത്. മിസ്രൈമിൻ്റെ മകനായ ലുദീമിനെക്കുറിച്ച് പറയുമ്പോൾ, വടക്കൻ ആഫ്രിക്കയിലുള്ള ലിബിയക്കാരൻ ആണ് ഈ ലുദീമിൻ്റെ സന്തതികൾ എന്ന് കരുതപ്പെടുന്നു. തുടർന്ന് വരുന്ന അനാമീം, അവരെക്കുറിച്ച് ഈ വംശാവലിയിൽ മാത്രമേ പരാമർശമുള്ളൂ. എന്നാൽ ഈ വടക്കൻ ഈജിപ്തിലോ മധ്യ ഈജിപ്തിലോ ആ ഭാഗങ്ങളിലൊക്കെയാണ് ഈ അനാമീം അവരുടെ സന്തതി പരമ്പരകൾ താമസിച്ചിരുന്നത് എന്ന് പൊതുവിൽ കരുതപ്പെടുന്നു. മിസ്രൈമിൻ്റെ സന്തതിയിൽ വരുന്ന അടുത്തയാൾ ലഹാബീമാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ ബൈബിളിൽ പരാമർശങ്ങളില്ല. എങ്കിലും അവരെ ലിബിയക്കാരുമായി ബന്ധപ്പെടുത്താമെന്നാണ് പൊതുവിൽ ചരിത്രകാരന്മാർ ചിന്തിക്കുന്നത്. മിസ്രൈമിൻ്റെ അടുത്ത 2 മക്കളെക്കുറിച്ച് പറയുമ്പോൾ നഫ്തൂഹീം അതുപോലെ പത്രൂസീം, ഈ 2 ജനവിഭാഗങ്ങൾ വടക്കൻ ഈജിപ്തിനോട്, തീബസ്, മെംഫിസ് എന്നിവയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളോടും ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നീടുള്ള കസ്ലൂഹീം, കഫ്തോരീം, ഈ ജനവിഭാഗങ്ങൾ ഈജിപ്തിലെ നൈൽ ഡെൽറ്റ പ്രദേശങ്ങളിൽ താമസമുറപ്പിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ മിസ്രൈം എന്ന് പറഞ്ഞാൽ പൊതുവിൽ ഈജിപ്തുകാരാണ് എന്ന് ചുരുക്കം. ഈജിപ്തിൻ്റെ പല ഭാഗങ്ങളിലാണ് മിസ്രൈമിൻ്റെ മക്കൾ താമസം ഉറപ്പിച്ചിരുന്നത്. മിസ്രൈമിൽ നിന്ന് അവർ പിന്നീട് കിഴക്കൻ ഭാഗങ്ങളിലേക്കൊക്കെ കുടിയേറി പാർത്തതായിട്ടും നമുക്ക് ജനതകളുടെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ബൈബിൾ ചരിത്രവുമായിട്ട് ഈ ജനതയ്ക്കുള്ള ബന്ധം വളരെ അടുത്ത ബന്ധമാണ്. അല്ലെങ്കിൽ ഇവരെക്കുറിച്ചുള്ള ധാരാളം പരാമർശങ്ങൾ, മിസ്രൈമിനെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. ഇനി ഹാമിൻ്റെ 3-ാമത്തെ മകനായ പൂത്ത് എന്ന് പറയുന്ന വ്യക്തി, ബൈബിളിൽ പൂത്ത് എന്ന പരാമർശം പല ഭാഗങ്ങളിലുണ്ട്. ഫൂത്ത് എന്നും ഇവരെക്കുറിച്ച്, ഈ ജനഭാവത്തെക്കുറിച്ച് പറയാറുണ്ട്. ഉൽപ്പത്തി പുസ്തകം 10:6 ഇവിടെ അല്ലാതെ ഇനി 1 ദിനവൃത്താന്തം 1:8, യെശയ്യാവ് 66:19, ഇരമ്യാവ് 46:9, യെഹസ്കിയേൽ 27:10, 30:5 ഇങ്ങനെയൊക്കെയുള്ള വാക്യങ്ങളിൽ ഈ പൂത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പൂത്തിൽ നിന്ന് ഉത്ഭവിച്ചവരാണ് ആഫ്രിക്കക്കാർ എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് ഈ പരാമർശങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അവർക്ക് മിസ്രൈമിൻ്റെ സന്തതി പരമ്പരകളുമായി ബന്ധമുണ്ടായിരുന്നു. ഭൂമിശാസ്ത്രപരമായ അവരുടെ സ്ഥാനം എവിടെയാണെന്ന് കൃത്യമായിട്ട് നിശ്ചയിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. എങ്കിലും ലിബിയയുടെ ആ പ്രദേശങ്ങളിലൊക്കെ താമസിച്ചിരുന്ന ആളുകളായിരിക്കാൻ സാധ്യതയുണ്ട്. ചെങ്കടലിന് ചുറ്റുമുള്ള ഈജിപ്തിൻ്റെ തെക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ ഇവർ ജീവിച്ചിരിക്കാം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. യെശയ്യാവ് 66:19 പറഞ്ഞിരിക്കുന്ന പൂൽ എന്ന് പറയുന്ന പേര് ഈ പൂത്ത് തന്നെയാണ് എന്നാണ് പൊതുവിൽ കരുതപ്പെടുന്നത്. സഹസ്രാബ്ദ രാജ്യത്തിൻ്റെ 1000 ആണ്ട് രാജ്യത്തിൽ ദൈവം അടയാളപ്പെടുത്തിയിരിക്കുന്ന, അടയാളം വയ്ക്കുന്ന ജനതകളെക്കുറിച്ച് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പൂത്തിൻ്റെ പേരും കാണാം. ഇനി നമ്മൾ ഇരമ്യാവ് 46:9 വരുമ്പോൾ അവിടെ ഈ പൂത്തൊന്ന് ഉപയോഗിച്ചിരിക്കുന്നു. അത് ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ അത് ലിബിയൻസ് എന്നാണ്
പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആണ് ലിബിയയുടെ പ്രദേശങ്ങളിലാണ് ഇവർ താമസിച്ചിരുന്നത് എന്ന് പൊതുവിൽ ചിന്തിക്കുന്നത്. ഈജിപ്തിനോടൊപ്പം ദൈവിക ന്യായവിധിയിൽ ഇവരും ഉൾപ്പെട്ടതായി പ്രവാചകൻ വ്യക്തമാക്കുന്നുണ്ട്. ഫൂത്തിൽ നിന്നുമുള്ള കൂലിപ്പട്ടാളക്കാരെ സോരും അതുപോലെ ഈജിപ്തും ഉപയോഗിച്ചിരുന്നു എന്ന് യെഹെസ്കേൽ 27:10 അതുപോലെ ഇരമ്യാവ് 46:9 നമുക്ക് കാണാം. യെഹെസ്കേൽ 30:5 രേഖപ്പെടുത്തിയിരിക്കുന്ന ഈജിപ്തിൻ്റെ പതനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവത്തിലും ഇവരുടെ പേര് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഭാവിയിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ജനവിഭാഗങ്ങളിൽ ഒരു ജനവിഭാഗമായിട്ടും പൂത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. യെഹെസ്കേൽ 38:5 നമുക്ക് കാണുന്നു. ഈ പൂത്ത് അല്ലെങ്കിൽ ഫൂത്ത് എന്ന ജനവിഭാഗത്തിൻ്റെ സന്തതി പരമ്പരകളെക്കുറിച്ചും അവരെക്കുറിച്ചുള്ള ചരിത്രപരമായ പരാമർശങ്ങളും ഇത്രയൊക്കെയാണ് നമുക്ക് ബൈബിളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. ഹാമിൻ്റെ സന്തതി പരമ്പരകളെക്കുറിച്ചുള്ള പഠനം ഇനിയും തുടരുന്നതാണ്. ഇന്നത്തെ പഠനം ഇവിടെ അവസാനിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ഈ പഠനത്തിലൂടെ ദൈവവചനത്തെ കൂടുതൽ മനസ്സിലാക്കുവാൻ, ബൈബിൾ ചരിത്രത്തെ കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു.